ഈ നെല്ലിക്ക വന്നിട്ട് വേവിച്ച് അത് നല്ല ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തതാണ് പീസായിട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വിനീഗർ കൂടെ വേണം. കാരണം അച്ചാർ ഒരു കുറേ നാൾ നിൽക്കാനായിട്ട് നമ്മൾ കുറച്ച് വിനീഗർ യൂസ് ചെയ്യാറുണ്ട്. നല്ലെണ്ണ ഒഴിക്കുക. അച്ചാറിന് ഏറ്റവും അത്യാവശ്യം നല്ലെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇടുക. ഇപ്പോൾ നമ്മുടെ ഇട്ട ഇഞ്ചി ആണെങ്കിൽ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇച്ചിരി മൂത്തതിന് ശേഷം നമ്മുടെ അടുത്തായിട്ട് വെളുത്തുള്ളി ഇടുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് വെളുത്തുള്ളി വന്നിട്ട് ഇങ്ങനെ കീറി രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്ത് ഇടുന്നത്. അതിട്ട് നമ്മുടെ ഇതിനെ കൂടെ ഒന്നാക്കുക. ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാൻ പാടില്ല. നമ്മുടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വന്നിട്ട് അടുത്ത് നമ്മുടെ അതിൽ പൊടിച്ച് വെച്ചേക്കുന്ന കടുക് പരിപ്പ്, കടുകിനെ വന്നിട്ട് പൊടിച്ച് യൂസ് ചെയ്യുന്ന കടുക് പരിപ്പ്, ഇത് നമ്മുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിനകത്തോട്ടേക്ക് മുളക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ മുളക് പൊടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നതാണ്. അതിനുശേഷം ഇതിനുള്ളിൽ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം ഇളക്കുക. എന്നിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് വിനീഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള വിനീഗർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. റെഡിയാക്കി വെച്ചിട്ടുള്ള അച്ചാർ ഇപ്പം നമ്മൾ തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തണുക്കാൻ നമ്മൾ ഇച്ചിരി സമയം വെക്കണം. തണുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് നമ്മുടെ ആദ്യം ഉലുവ പൊടി ചേർക്കുക. 1 ടീസ്പൂണ് ഇതിനകത്തോട്ട് ഉലുവപ്പൊടി നമ്മൾ ചേർക്കുക. അടുത്ത് എന്താണെന്ന് ചേർക്കുക വെച്ചാൽ കായം പൊടിച്ചത് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് കായം പൊടിയിനകത്തോട്ടേക്ക് ചേർത്തിട്ട് നമ്മുടെ ഇതിനെ ഇളക്കുക, മിക്സ് ചെയ്യാവുന്ന. ഇതിനകത്തൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുക.